എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വിഷമത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അനശ്വരമോളില്ലേ, അനശ്വരക്കുട്ടി, അവളുടെ അച്ഛന് ഒരു ആക്സിഡൻറ്റ് പറ്റി. സ്കൂട്ടി ആക്സിഡൻ്റാണ്. തലയ്ക്ക് നന്നായിട്ട് ഇതെന്തോ പറ്റിയിട്ടുണ്ട്. തല ഇപ്പോൾ സർജറിയൊക്കെ ചെയ്തു. പക്ഷേ എന്നാ പറയുന്നത്, ഒരു ഇതും എന്നാ പറയുന്നത്, എന്നാ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ ആക്സിഡൻറ്റ് നടന്നതിന് ശേഷം ആൾക്ക് ഇതുവരെ ബോധമൊന്നും വന്നിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. സർജറിയൊക്കെ കഴിഞ്ഞു തലയ്ക്ക്. അപ്പോൾ ഹെൽമെറ്റ് ആൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. പുള്ളി രാവിലെ എങ്ങാണ്ട് വീട്ടിൽ നിന്ന് തടി ലോഡിൻ്റെ പണിയായിരുന്നു, അതിന് പോയിട്ടുണ്ടായിരുന്നു. പണി കഴിഞ്ഞിട്ടെങ്ങാണ്ട് തിരിച്ച് പോരുവോ എന്തോ ചെയ്തത്. അപ്പോൾ പണി പോയപ്പോഴത്തെ സമയം മാത്രം കൂട്ടുകാർക്കറിയാം എപ്പോഴാണ് പോയതെന്നുള്ളത്. അപ്പം 12 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോയേക്കുന്നത്. പക്ഷേ പുള്ളിനെ കണ്ടേക്കുന്നത് 12 മണി അങ്ങനെ കണ്ട സമയമാണ്. പക്ഷേ കണ്ടേക്കുന്നത് 1.5 മണിക്കൂറിന് ശേഷമാണ്. അപ്പം ഒത്തിരി വണ്ടി ഒന്നും ഓടുന്ന ഒരു വഴിയെ കൂടി അല്ലെന്ന് തോന്നുന്നു പോയത്. നമ്മുടെ ഇവിടെ ഞാൻ അതിൻ്റെയൊക്കെ സ്കൂട്ടി കൊണ്ടൊക്കെ പോയിട്ടുള്ളതാണ്. കൊച്ചുവരുന്തിരി എന്നൊക്കെ പറയും. അനശ്വരമോളുടെ വീട് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ കാണിച്ചൊക്കെ തന്നിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ആ പരിസരത്ത് എവിടെയാണ്. അപ്പം വീണത് എപ്പോഴാണെന്നോ തലയ്ക്ക് എന്നാ പറ്റിയെന്നോ അല്ലെങ്കിൽ എപ്പോഴാണ് ബോധം പോയെന്നൊന്നും അറിയത്തില്ല. കാണുമ്പോൾ മുതലുള്ള ഒരവസ്ഥ തന്നെയാണ് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ആശുപത്രിയിലാണുള്ളത്, ICUവിലാണ്. ഭയങ്കര മോശം അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. അനശ്വരമോളുണ്ട് ഇവിടെ. അനശ്വരമോൾക്ക് ഭയങ്കര വിഷമവും വേദനയും സങ്കടവും. ഇതുവരെ ഞാൻ ആ കുഞ്ഞിനെ ഇങ്ങനെ ഇങ്ങനെ സങ്കടത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം കല്യാണിയും കിങ്ങിണിയും ഒക്കെ മാറി ഇവൾ എപ്പോഴും പൂമ്പാറ്റ പോണക്ക് ഇങ്ങനെ തുള്ളിച്ചാടി പറന്ന് കളിച്ച് മറിഞ്ഞ് നടക്കും. അവൾ 8ാം ക്ലാസ്സിലായതിൻ്റെ അങ്ങനെയുള്ളൊരു ഇതില്ല. ഇപ്പോഴും അവൾ കുഞ്ഞായിട്ട് കുട്ടിക്കുറുമ്പിയായിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കും. അവർക്ക് അച്ഛനും അമ്മയ്ക്കും ആ ഒരു മോളേ ഉള്ളു താനും. അപ്പോൾ അവൾ അങ്ങനെയാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ ചങ്ക് കൂട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കണ്ടത് കേട്ടോ. ഭയങ്കര വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇപ്പം താഴോട്ട് ഇറങ്ങിപ്പോയി. ഇവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ചങ്ക് പൊട്ടിപ്പോകുന്ന വിഷമമാണ് കേട്ടോ. എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കണ്ടപ്പോൾ നമുക്കൊരു ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. അവളാണ് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. സിന്ധുവേ, എൻ്റെ അച്ഛ പിന്നെ ഇനി സംസാരിക്കത്തില്ലേ സിന്ധുവേ, എൻ്റെ അച്ഛൻ ഇതുവരെ അനങ്ങുന്നില്ലെന്ന് പറഞ്ഞല്ലോ സിന്ധുവേ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൂ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ചങ്കിനകത്തൊരു പെടയിൽ വരും കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ദൈവം, ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മൾ ഒത്തിരി പേർക്ക് ഓരോരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്, അസുഖത്തിൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലാതെ കുടുംബ പ്രശ്നമായിക്കോട്ടെ, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരാൾ പ്രാർത്ഥിക്കുമ്പോഴല്ല, ഒത്തിരി പേര് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് ശക്തി കൂടുതലാണെന്ന് പറഞ്ഞ കണക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സഹായം ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് തന്നെ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ശരിക്കും അറിഞ്ഞപ്പം മുതൽ എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന. കാരണം വലിയ കുഴപ്പമില്ലാണ്ട് ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സന്തോഷത്തിൽ കൂടെ തന്നെ വലിയ കുഴപ്പമില്ല, സമാധാനപരമായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണിത്. നമ്മൾ എന്നാ പറയുന്നത്, മനുഷ്യരായിട്ട് ഹൃദയമുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള ആപത്തുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പം മനസ്സ് നീറും, വേദന തോന്നും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ. അതാണ് മനുഷ്യർ അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ കോട്ടയത്തിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രഞ്ജിത്തും ഇന്നലെയാണ് കേട്ടോ ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോസൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഇന്നൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതറിഞ്ഞപ്പം മുതൽ ഉള്ളിലൊരു ഭയങ്കര വിഷമം. അപ്പോൾ ശരിക്കും ഇന്നലെയാണ് ഈ ആക്സിഡൻറ്റ് നടന്നേക്കുന്നത് കേട്ടോ. ഇന്നലെ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഇങ്ങനെയെല്ലാം ആയതും കാര്യങ്ങളും എല്ലാം. ഇപ്പോഴും ആശുപത്രി കൊണ്ടുവന്ന ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് ആളുള്ളത്. അല്ല, സർജറിയൊക്കെ കഴിഞ്ഞു, തലയ്ക്ക് സർജറിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ചെറിയൊരു ശ്വാസം, അതും ഓക്സിജൻ ഇതൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ചെറിയൊരു ശ്വാസം എടുക്കുന്നത് മാത്രമേ അറിയാനുള്ളൂ എന്നാണ് പറഞ്ഞത്. 20% പ്രതീക്ഷ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ 48 മണിക്കൂർ കഴിഞ്ഞതിനേലും പറയണമെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കേട്ടപ്പോഴത്തേനും ഭയങ്കര വിഷമമാണ് ഈ കൊച്ചിന്. രഞ്ജിത്തും ലതയും പോയേക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവരറിഞ്ഞപ്പോൾ തന്നെ പോട്ടെ, അനശ്വരയുടെ അമ്മായിയമ്മാനും. അപ്പോൾ അവർ ഇപ്പം രാത്രി വന്നു. ചേട്ടായി വന്ന് അന്നേരം തന്നെ ചേട്ടായി ഓടി ഇറങ്ങിപ്പോയി എന്നാന്നറിയാൻ വേണ്ടിയിട്ട്. ഞാനാണേലും വിളിച്ച് ചേച്ചിയെ കാണുമ്പോൾ എന്നെ ചേച്ചി അറിഞ്ഞോ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ചേട്ടായി പോയി. കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേട്ടായി കടയിൽ നിന്ന് വന്ന് ഇവിടെ പാല് കൂടെ വെച്ചിട്ട് നേരെ ഇറങ്ങി പോവായിരുന്നു കേട്ടോ.
നമ്മൾ അയലോക്കമല്ലേ, നമുക്ക് എത്രയാന്ന് പറഞ്ഞാലും മനസ്സ് പെടഞ്ഞിരിക്കുമല്ലേ. അവരുടെ അനുസരയുടെ വെളിച്ചനാണെങ്കിൽ ശ്വാസം മുട്ടലും കാര്യങ്ങളെല്ലാം, ചേച്ചിയാണെങ്കിൽ ഷുഗറും ബി.പിയും ഒക്കെ ആയിട്ട് അതങ്ങനെ. അപ്പോൾ ടെൻഷനല്ലേ, പ്രായമുള്ളവരും അല്ലേ. അപ്പോൾ ചേട്ടായി ഇറങ്ങി ചെന്നപ്പോൾ പറഞ്ഞു രഞ്ജിത്തും ലതയും പോയേക്കുമെന്ന് പറഞ്ഞു, അവരിപ്പോൾ വരുമായിരിക്കും എന്ന് പറഞ്ഞു. അതിന് പിന്നെ ചേട്ടായി ഒന്ന് കുളിച്ച് കഴിഞ്ഞ് ഞാനും ചേട്ടായി കൂടെ കയറിപ്പോയിട്ട് രാത്രി 10-11 വരെ അവിടെ ഇരുന്നിട്ടാണ് കയറി വന്നത്. അപ്പോൾ രഞ്ജിത്ത് പറയായിരുന്നു പോയാലും കാണും. ഞാനെന്നാൽ ഇന്ന് രാവിലെ എണീറ്റ് അങ്ങ് കോട്ടയത്തിന് പോകാം, അനുസരമോക്കും ഭയങ്കര വിഷമമായിരുന്നു, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകണം സിന്ധുമേ എന്നൊക്കെ. അപ്പം ഞാൻ ഓർത്തെന്നാൽ ഞാൻ പോവുകയാണെങ്കിൽ കൂടെ കൂട്ടിക്കൊണ്ട് പോകാം എന്നൊക്കെ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ മനസ്സില്ല ദൈവത്താണേ. അപ്പം ഇപ്പം നമ്മുടെ രഞ്ജിത്തിൽ ലതയും പറഞ്ഞാൽ അവിടെ ചെന്നാൽ കാണാനൊന്നും പറ്റത്തില്ല. ആശുപത്രിയുടെ മുറ്റത്ത് പോയി നിന്ന് പുറത്ത് നിൽക്കുന്നവരെയൊക്കെ കണ്ടിട്ടെങ്കിൽ പോരാം. അതിന് വേണ്ടി എന്തിനാണ് പോകുന്നത് എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. ഒരു പരിധി വരെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും മനസ്സിനൊരു ഭയങ്കര ഒരു പേടി. ഇന്ന് അവനാണെങ്കിൽ നാളെ നമുക്കാന്നല്ലേ. എന്തൊരു കാര്യമാണെങ്കിലും അങ്ങനെയുള്ളതേ, എന്തൊരു ഇതാണേലും ആപത്തും അസുഖങ്ങളും ഒക്കെ വരാനായിട്ട് എന്തോ. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതിനിടെ കല്യാണിക്കുട്ടി കയറി വന്നതാണ് കേട്ടോ. കല്യാണിക്കുട്ടി സിന്ധുവമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇതേ എന്നാണെന്നറിയോ, തൊമരക്കായും കൊണ്ട് വന്നേക്കുന്നത്. തൊമരക്കയാണ് ഇത് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ അവിടെ ഉണ്ടായ സാധനം. അത് പുളിച്ച് കറി വെക്കാൻ വേണ്ടിയിട്ടൊന്നും വന്ന് കൊടുത്തു വിട്ടതാണ് കേട്ടോ. തൊമരക്കയൊക്കെ ആയിട്ട് വന്നാൽ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ ഒരു കാര്യവും ഒരു പരിധി വരെ താൻ പാതി ദൈവം പാതി എന്ന് പറയും. നമ്മൾ ഹെൽമെറ്റ് വെക്കേണ്ടതാണെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് വെക്കണം. ഇപ്പം എല്ലാ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം മാറി, ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഭയങ്കര നിബന്ധനകളും കാര്യങ്ങളും എല്ലാം വെച്ചു. അപ്പോൾ കുറച്ചെങ്കിലും ഒരു എന്നാ പറയുന്നത്, നമ്മൾ നമ്മുടെ സ്വന്തം സേഫ്റ്റിയും കാര്യങ്ങളും നോക്കണ്ടേ. അതായിപ്പോൾ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഹെൽമെറ്റ് ഇല്ലാഞ്ഞുകൊണ്ടാണ് തലയ്ക്ക് അത്രയും നല്ലതായിട്ട് ഭയങ്കരമായിട്ടുള്ള ഇത് മുറിവ് പറ്റിയതും ഒക്കെ എന്നാണ് തോന്നുന്നത്. മുറിവാണോ എന്നതാണോ ബ്ലഡ് ക്ലോട്ട് ആയതാണോ എന്നാന്നൊക്കെ ഉടയതമ്പരാന് മാത്രം അറിയാം. എന്തായാലും വലിയൊരു സർജറി കഴിഞ്ഞു തലയുടെ. എന്നിട്ടും ആളൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാവരും അപ്പോൾ പ്രാർത്ഥിക്കുക. ഒരു പരിധി വരെ നമ്മൾ ഇപ്പം ഞാൻ ഈ വണ്ടി ഓടിക്കുന്നതുകൊണ്ടേ, സ്കൂട്ടിയാണെങ്കിലും കാറാണെങ്കിലും ഓടിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമേ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ സൈഡ് കറക്റ്റായിട്ട് ഇതായിട്ടാണ് പോകുന്നതെങ്കിലും എതിരെ വരുന്നവരൊക്കെ ആണെങ്കിലും അത്രയും കറക്റ്റായിരിക്കണമെന്നില്ല. കാരണം ഒരു പരിധി വരെ ഇപ്പോൾ ലഹരിയും അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട്. അപ്പം താൻ പാതി ദൈവം പാതി നമുക്ക് നമ്മൾ നമ്മുടെ സേഫ്റ്റി എപ്പോഴും കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പം സ്കൂട്ടിയൊക്കെ ഞാൻ ഓടിക്കുന്നത് നിസ്സാരം ഒരു പൂച്ചയൊന്ന് വിലങ്ങ് ചാടിയെന്ന് തന്നെ നമ്മുടെ കൈയൊന്ന് ഒരു കണ്ണിൻ്റെയും കൈയുടെ ഒരു ഇത് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വീതിയുള്ള സാധനത്തിൽ പോകുന്ന സാധനം 2 ഇഞ്ചുള്ള 2 ടയറെ 2 വീലേ പോകുന്നതല്ലേ. അപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അയ്യോ ചെവി കൂന്ന് മാതാവേ. ഇപ്പം ഇവിടെ നമ്മുടെ അടുത്ത് ഇന്നൊരു ചേട്ടൻ മരിച്ചിട്ടുണ്ട്. അതിൻ്റെ ശനിയാഴ്ചയാണ് അടക്ക്. ചേട്ടാടൊക്കെ എസ്റ്റേറ്റ് കുട്ടി ഒറ്റ മുറിയിൽ അപ്പുറത്തും ഇപ്പുറത്തും താമസിച്ചുകൊണ്ടിരുന്നവരാ. അപ്പോൾ ആ കൊച്ചു വരാൻ വേണ്ടിയിട്ട് വെച്ചുകൊണ്ടിരിക്കുക. പണ്ടാരം സാറെന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ശനിയാഴ്ചയാണ് അടക്ക് അവരുടെ അപ്പോൾ ഇപ്പോൾ ഒരു മരണം കേട്ടതേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം വീണ്ടും ചെവി കൂവുന്നു. എൻ്റെ ദൈവമേ, എനിക്കറിയത്തില്ല, സമാധാനമൊന്നും പറഞ്ഞതില്ല. അല്ല, ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം. ഈ സ്കൂട്ടിയും ബൈക്കും ഒക്കെയാണ് ഏറ്റവും വലിയ ആപത്ത് പിടിച്ച വണ്ടി എന്നാണ് എൻ്റെ ഒരു ഇത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അത്രയും വീതിയേ ഉള്ളൂ. അത് തന്നെയല്ല, ഒരു പൂച്ചയോ ഒരു അരണയോ എന്തെങ്കിലും ഒന്ന് വിലങ്ങും ചേർന്ന് കണ്ടാലും നമ്മുടെ കൺട്രോൾ പോയില്ലേ, കഴിഞ്ഞു. നമ്മൾ പുറത്തൊന്ന് മറിഞ്ഞു വീഴും. അപ്പം കൈക്കോ കാലിനോ ഒക്കെയോ വല്ലതും പറ്റുന്നെങ്കിൽ നമുക്ക് അതിന് തക്കതായ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് വരും. പക്ഷേ തലയ്ക്കകത്തൊക്കെ പറ്റി കഴിയുമ്പോൾ കണ്ടുപിടിക്കാൻ തന്നെ ഇപ്പം ഇത്രയും ഇത് വളർന്നു എന്ന് പറഞ്ഞാലും പിന്നെ സർജറിയും കാര്യങ്ങളൊക്കെ തലയ്ക്ക് കഴുത്തിന് മുകളിലോട്ടാകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡേഞ്ചറല്ലേ. ഇപ്പം നമ്മളെല്ലാവരും തന്നെ ഹെൽമെറ്റ് വെച്ച് പോവുക കേട്ടോ. എന്നാന്നറിയാം, ഇതിപ്പോൾ ഞാൻ ഇത്രയും പറയാൻ കാര്യം ഈ ആളുടെ ആക്സിഡൻറ്റിൻ്റെ കൊണ്ട് മാത്രമല്ല. ഞാൻ 2-3 ഒരാഴ്ച ഞാൻ കണ്ണൻ്റെ തെറാപ്പി സെൻറ്ററിൽ പോകുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് 2ാം നിലയിലാണ്. അപ്പം മുകളിൽ ഞാൻ അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ കാണാവേ ഈ പിള്ളേർ സെറ്റൊക്കെ ഉണ്ടല്ലോ, പറക്കുവാ വണ്ടിക്ക്. സ്കൂട്ടിയും ബൈക്കും ബുള്ളറ്റും ഒക്കെ പോകുന്ന കാണുമ്പോൾ നമ്മുടെ ചങ്കൊരു പടപടയ്ക്കും. ബസ്സൊന്നും വലിയ വണ്ടി ഒന്നും വരുന്ന ആർക്കും പ്രശ്നമില്ല. ഈ കുഞ്ഞു വണ്ടിക്കാർ പരക്കം പായുക. ഞാനാണെങ്കിൽ എപ്പോഴും ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു വണ്ടി ഫ്രണ്ടിൽ നിന്ന് വരുവാണെങ്കിലും അല്ലെ പട്ടീനെയും പൂച്ചനെയൊക്കെ കാണുവാണെങ്കിലും ഒക്കെ ഞാൻ സ്ലോ ആക്കും. എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഓടി പരവേശപ്പെട്ട് പോയിട്ട് ഒന്നും സാധിക്കാനായിട്ടില്ല. നമുക്ക് ഇച്ചിരി സമയം എടുത്തെന്ന് പറഞ്ഞ് കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പതിയെ പോവാം. അപ്പോൾ ചിലപ്പോൾ എന്നെ വണ്ടിക്കാരൊക്കെ കളിയാക്കാറുണ്ട്. ഞാൻ വേറൊരു വണ്ടി വരുന്ന കണ്ടാൽ ചിലപ്പോൾ ഞാൻ സൈഡ് നോക്കി നിർത്തും, ചിലപ്പം വലിയ വണ്ടിയൊക്കെ ആണെങ്കിൽ.
ഒന്ന് നിർത്തിയെന്ന് പറഞ്ഞ് നമുക്കൊന്നും പോകാനില്ലല്ലോ. അപ്പം നമ്മൾ നമ്മുടെ സുരക്ഷിതത്വം, ഒരു സുരക്ഷ നമ്മൾ തന്നെ ഒരു പരിധി വരെ നോക്കണ്ടേ. ഇതിപ്പോൾ ഇന്നലെ ആ കൂട്ടുകാരൊക്കെ പറഞ്ഞതാണ് ഇപ്പോൾ പോകണ്ടടാ, ഇപ്പോൾ പോകണ്ടെന്ന്, ഹെൽമെറ്റും ഇല്ല. പക്ഷേ ഹെൽമെറ്റും ഇല്ലാണ്ട് ആൾ പോയി, എന്തോ സമയം ദോഷമെന്ന് പറയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ആയേക്കുവാണ്, ആശുപത്രി കിടക്കുവാണ്. എല്ലാവർക്കും ഭയങ്കര വിഷമവും വേദനയൊക്കെയാണ് കേട്ടോ, എല്ലാവർക്കും. ഇപ്പം ഞാൻ ഇന്നലെ ഇതറിഞ്ഞപ്പോൾ പോലും ആകെപ്പാടെ ഒരു സങ്കടമായി. എന്നിട്ട് ഞാൻ മുറ്റത്ത് നിൽക്കുക, ഞാൻ അനശ്വരമുള്ള സന്ധ്യ എപ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതേ. അത്രയും നേരം അവൾ എൻ്റെ അടുത്ത് കുറച്ച് നേരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോയപ്പോൾ സതീശൻ ചേട്ടൻ പണി കഴിഞ്ഞ് വരും. അപ്പോൾ ഞാൻ സതീശൻ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ സതീശൻ ചേട്ടൻ, ഞാൻ പറഞ്ഞു ചേട്ടാ നാളെ രാവിലെ ഞാനൊന്ന് മെഡിക്കൽ കോളേജിൽ വരെ പോകാമെന്ന് ഓർത്താം. അപ്പോൾ സതീശൻ ചേട്ടൻ പറയാമെന്ന്, ഞാനും പോയാലോ എന്ന് ഓർക്കുക സിന്ധുന്ന്. അപ്പം എപ്പോഴും സതീശൻ ചേട്ടനാണേലും ഇവിടുന്ന് ഞാൻ വണ്ടിയൊക്കെ ഇറക്കുമ്പോഴൊക്കെ പറയും കേട്ടോ, സൂക്ഷിച്ച് പോകണം, പേടിക്കണ്ട, വീഴുമൊക്കെ ചെയ്യും, അതൊക്കെ സ്വാഭാവികം, ഹെൽമെറ്റ് എപ്പോഴും മസ്റ്റായിട്ട് വെക്കണം. ചേട്ടായും പറയും, ഇന്ന് വരെ ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഹെൽമെറ്റ് ഇല്ലാണ്ട് ഇവിടുന്ന് കഴുകാനായിട്ടാണ് താഴെ വരെ ഇറക്കിയാലും ഞാൻ ഹെൽമെറ്റും വെച്ചുകൊണ്ട് ഇറങ്ങത്തുള്ളൂ. കാരണം നമ്മൾ മരണത്തിനെ പേടിയില്ലാതെ, ഇതിപ്പം മരണം എപ്പോൾ സംഭവിക്കും അതൊക്കെ ശരിയാണ്, പക്ഷെ നമ്മളായിട്ട് കുറേ എല്ലാം അധികം സൂക്ഷിക്കണം. ഈ പിള്ളേർ സെറ്റ് പോകുന്നതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഹെൽമെറ്റൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ടിലും മറ്റേ ഹാൻഡിലേലും പുറകിലും ഈ സൈഡിലത്തെ സാധനത്തിലും ഒക്കെ തൂക്കിയിട്ടിട്ട് പറപ്പിച്ചാണ് പോകുന്നത്. ഒരു പേടി ഭയമില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ന്യൂസിനകത്ത് കണ്ടില്ലേ, ഒരു സാറിനോട് പറയാണ്, നീ പുറത്തോട്ട് പോകാൻ, നിന്നെ ഞാൻ കൊല്ലും, അങ്ങനെയും ഇങ്ങനെയൊന്ന്. ആ ചെറുക്കൻ എന്നാ സാർ ചെയ്ത് ഫോണൊന്നും മേടിച്ച് വെച്ചു. പക്ഷേ എന്നിട്ട് ഇപ്പം നേരെ തിരിഞ്ഞത് കണ്ടോ, സാറിൻ്റെ പേരിൽ കംപ്ലൈൻ്റ് ആയി. കാരണം എന്നാ, പ്രായപൂർത്തിയായിട്ടില്ലെന്ന്. ഈ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞ് ഇത്രയും പറഞ്ഞതിനകത്ത് തെറ്റില്ല. ഒരു മുതിർന്ന അധ്യാപകൻ, മാതാ പിത ഗുരു ദൈവം എന്നാ, അത് 4ാമത്തെ സ്ഥാനമത്തെ ദൈവത്തിന് പറയുന്നത്. ആ ഗുരുവിനോട് അവൻ അങ്ങനെ പറയാം, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങും, ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. ഞാനത് ഒരു 3-4 പ്രാവശ്യം കേട്ടോ. എന്നെ ഉണ്ടായ ആ ചെറുക്കൻ കൊച്ചേ +2 പഠിക്കുന്ന ചെറുക്കനാ. അപ്പോൾ അത്രയ്ക്ക് വിവരമില്ലായ്മയും വെക്കേണ്ട കാര്യമില്ല. പറയാവോ? അതാണ് ഇന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സൈഡ് പറ്റി മാറി സൂക്ഷിച്ചും കണ്ടും പേടിച്ചും ജീവിക്കേണ്ട ഒരു കാലമായി വന്നേക്കാണ്. ഇന്ന് പേരൻസിനെയും പേടിയില്ല, അധ്യാപകരെയും പേടിയില്ല, മുതിർന്നവരെ ആരെയും പേടിയില്ലാത്ത ഒരു തലമുറയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിധി വരെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുള്ളതിൻ്റെ ഇടയ്ക്കൂടെയാണ് നമ്മളും തിരികെ കയറ്റി ഈ വണ്ടിയും സ്കൂട്ടിയും കാറും ഒക്കെ ആയിട്ട് പോകുന്നത്. പക്ഷേ ഇതിപ്പം വേറെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചതോ ഒന്നുമല്ല, ആളുടെ കയ്യിൽ നിന്ന് മറിഞ്ഞ് തന്നെ വീണതാണ്. വേറെ വണ്ടിയും ഒന്നും ഇതായിട്ടുള്ളതല്ല, ഇപ്പോഴും വണ്ടിയൊന്നും ഉള്ള വഴിയല്ല. എന്തോ ഒരു സമയം, എന്തോ ഒരു കാലക്കേട് പെട്ടുപോയി. പക്ഷേ ദൈവം പഴയ പടുതി, പഴയ ആരോഗ്യത്തോടെ എനർജിയോടെ അവർക്ക് തിരിച്ച് ദൈവം കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം എത്രയാണെന്ന് പറഞ്ഞാലും വേർപാടിൻ്റെ വേദന ഞാൻ അനുഭവിച്ച ഒരു സ്ത്രീയാണ്. അച്ഛനില്ലാതെ വളർത്തി എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ശരിക്കും അനുഭവിച്ച ഒരു സ്ത്രീയാണ്. ഇപ്പോൾ ഒരു പെൺകുഞ്ഞും കൂടെ അല്ലേ അവള്. ഇന്നലെ എല്ലാം സന്ധ്യയ്ക്ക് അതിൻ്റെ ചോദ്യങ്ങൾ കേൾക്കണം, ഓരോ ചോദ്യങ്ങളേ, സ്വന്തമേ അങ്ങനെയാണോ, സ്വന്തമേ ഇങ്ങനെയാണോ. അപ്പോൾ നമുക്ക് തിരിച്ച് പറയാനായിട്ടൊരു മറുപടിയില്ല. എനിക്കാണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു വിഷമവും, എനിക്കറിഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഉള്ളിലൊരു പേടിയും വിഷമവും ഒക്കെയാണ്, ഭയങ്കര ഒരു വേദനയൊക്കെ. ഇന്നലെ ആ പാരാത്രി വരെ ഞങ്ങൾ 10-11 വരെ ഞങ്ങൾ അവിടെ പോയി ഇരുന്നിട്ടാണ് കയറി വന്നേ. അന്നേരം ചേട്ടായും കയറി വന്നിട്ട് പറയുമായിരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയൊരു ഇതാണ്. എന്താണെന്ന് അറിയുമോ, എനിക്കിങ്ങനെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. നിസ്സാരം ഈടെ ആ ചെറുക്കൻ അമ്മേനെ വെട്ടിക്കൊന്നില്ലേ, പിന്നെ ഒരുത്തൻ പോയി 3 പേരെ ഒരു വീട്ടിലെ കൊന്നില്ലേ. ഇങ്ങനത്തെ ന്യൂസുകൾ, ഇങ്ങനത്തെ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ആ കട്ടിലേ ചെന്ന് കയറി കഴിയുമ്പോഴത്തേനും ഇങ്ങനത്തെ എന്തേലും ഇത് എൻ്റെ മൈൻഡിലോട്ട് വരും, പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോഴത്തേനും നമുക്ക് ഉറങ്ങിയില്ലാതെ അറിയാമല്ലോ, നമുക്ക് ഏത് സമയവും യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നും, ബാത്റൂമിൽ പോകണം. ചേട്ടാ അതിനെ ഉറക്കത്തില്ല, പണി കഴിഞ്ഞ് വരുന്ന മനുഷ്യനെ ഞാൻ ഈ ബാത്റൂമിൽ പോകാം. അതാണ് എൻ്റെ ഒരു അവസ്ഥ. ഇന്നലെ ഇത് തന്നെയായിരുന്നു. ഇത് അറിഞ്ഞപ്പം മുതൽ ഇങ്ങനെ ചങ്കിനകത്ത് എൻ്റെ ദൈവമേ എന്നാ ഒരവസ്ഥയാണെന്നൊന്നും പറയണ്ട. എൻ്റെ ഇന്നലെ ഒരു 10-11 മണിയായപ്പോൾ തുടങ്ങി എനിക്ക് ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നേ. ഞാൻ വലിയ കാര്യമൊക്കെ കണ്ടൊക്കെ ഇങ്ങനെ അങ്ങ് നടക്കുമായിരുന്നു. പക്ഷേ വൈകിട്ടായപ്പോഴത്തേനും എനിക്ക് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര തലവേദന, തല പൊട്ടിപ്പോവാ. ഇച്ചിരി മുമ്പേ ഞാൻ നോക്കി ഇതെന്നാ തലവേദനയെന്ന് ഓർത്തുകൊണ്ട് ഞാൻ BP ഇതായതാണോ എന്ന് ഓർത്തുകൊണ്ട് നോക്കിയപ്പം BPന്ന് ഭയങ്കര ലോ BPയാണ്. അതേന്നിട്ടോ എനിക്ക് ഇങ്ങനെയൊന്നും എനിക്ക് കാണാനും കേൾക്കാനും ഇപ്പോൾ പറ്റത്തില്ല. കല്യാണികൾ ഇറങ്ങിപ്പോയി കേട്ടോ. കല്യാണിക്ക് നല്ല പനിയെന്ന് വെച്ചാൽ നല്ല പനിയാണ്. എല്ലായിടത്തും ഭയങ്കര പനിയും പ്രശ്നങ്ങളും അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര പനിയാണ്. ഇപ്പോൾ അന്നേരം ചേച്ചി തോമരയ്ക്ക് അവരുടെ വീട്ടിൽ തോമര ഉണ്ടായിരുന്നേ, അത് പറിച്ചതെങ്ങാണ്ടാന്ന് തോന്നുന്നു. എന്നിട്ട് ഇപ്പോൾ കൊടുത്തു വിട്ടതാണ് കേട്ടോ. എനിക്ക് ഈ തോമരയ്ക്ക് ഇങ്ങനെ പച്ച തിന്നാനായിട്ട് ഇഷ്ടമായിരുന്നു. കറി വെക്കാനും നല്ലതാണ്. ഉണക്കേ ഉണ്ടായതിനകത്ത് നമുക്ക് ഉണക്കിയെടുത്ത് 5-6 ഉണങ്ങി വെച്ചിട്ട് നമുക്ക് നടാമല്ലോ.
അപ്പോൾ കൊടുത്തു വിട്ടാൽ മതി. ഇനി ഇതൊരു പണിയാണ്, ഇങ്ങനെ പൊളിച്ചെടുക്കണം. പൊളിച്ചെടുത്തിട്ട് നമുക്ക് തോരൻ വെച്ചാൽ നല്ല സാധനമാണ് കേട്ടോ തോമരയ്ക്ക. കണ്ടോ, ദൈവമേ മതി. എന്നാ ഒരവസ്ഥയാണോ ചേച്ചിയൊക്കെ മരച്ച ഒരവസ്ഥ കേട്ടോ. ചേച്ചിയാണേലും അപ്പം അവനാണല്ലോ ഒക്കെ ഒരു സങ്കടം. എന്നെ ചെയ്യാൻ പറ്റും, കൊച്ച് അതങ്ങനെ. എൻ്റെ ദൈവമേ എന്നാ ചെയ്യാൻ പറ്റും. അത് എല്ലാവരും ഒരു ഭയങ്കര വിഷമത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവമേ ഒരു കുഴപ്പവും ഇല്ലാണ്ടിരുന്നാൽ മാത്രം മതിയായിരുന്നു. ആരോഗ്യമായിട്ട് കൊണ്ടുവന്ന് ആശുപത്രിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് എങ്ങനെ രക്ഷപ്പെടുത്തി ഒന്ന് എടുത്തുകൊണ്ടും വരെ എങ്ങനെയാലും ഒക്കെ കാണിച്ചേ ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്നൊന്ന് വീട്ടിൽ വരാൻ പറ്റുക. എന്നിട്ട് ഇന്നലെ എന്നോട് ചോദിക്കുന്നതാണ് അനുശ്വര മോളെ, ഒരു കുഴപ്പമില്ലാതെ ഒന്ന് വന്നാൽ മതി എന്നല്ലേ സിന്ധുമേ, പെട്ടെന്ന് ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നാൽ മതി എന്നല്ലേ സിന്ധുമേ. കുഞ്ഞല്ലേ, 8ലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വെറും കുഞ്ഞു പിള്ളേരുടെ സ്വഭാവമാണ്. പക്ഷെ പിന്നെ ഒരു കാര്യമുണ്ട്, എന്നെ കുഞ്ഞു പിള്ളേരുടെ സ്വഭാവം എന്ന് പറയാനുണ്ടല്ലോ, ഞാൻ ഒത്തിരി വിഷമം അനുഭവിച്ച ഒരു വർഷമായിരുന്നു ഈ ഒരു വർഷം മുമ്പൊക്കെ. അതേപോലൊക്കെ ഞാൻ നീറി മനസ്സുകൊണ്ടൊക്കെ വിങ്ങി. നമ്മൾ ചാനൽ തുടങ്ങിയ ഇടയൊക്കെ അപ്പോഴൊക്കെ ഉണ്ടല്ലോ അവൾ ഓടിക്കയറി വരും. അന്നേരം അവൾ ഇവിടെയായിരുന്നു, ഓടിക്കയറി വരും. ഇത് അവളുടെ അനുശ്വരമോളുടെ അമ്മയുടെ വീടാണ് ഇത്. അവരുടെ അച്ഛൻ്റെ വീടാണ് കൊച്ചുകാരന്തിരി. അവിടെയാണ് ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയത്. അപ്പോൾ അവൾ ഓടിക്കയറി വരും, എന്നെ ഇതുകൊണ്ടില്ല. എന്നിട്ട് ഞാനിവിടെ ചടഞ്ഞ് ഓടിയോ സങ്കടപ്പെട്ടോ അല്ലെങ്കിൽ ഞാൻ കരഞ്ഞോണ്ടോ ഒക്കെ ഇരിക്കുമായിരിക്കും ചിലപ്പോഴേ അവൾ വരുമ്പോഴേ. സിന്ധു എന്തിനായി കരയുന്നേ, എന്നെന്തിനാ സങ്കടപ്പെടുന്നേ, പോട്ടെന്നേ സാരമില്ല സിന്ധുമേ, അങ്ങനെയോ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ വന്നേ നമുക്ക് വിറ്റം തൂക്കാം, നമുക്ക് പെര തൂക്കാം. അല്ലെങ്കിൽ അവൾ ഉടനെ എടുത്ത് ചൂലെടുത്ത് പെര തൂത്ത് തരുമോ അല്ലെങ്കിൽ കറി വെക്കാനരിയുമോ എനിക്കറിയത്തില്ല, കുഞ്ഞല്ലേ. അപ്പോൾ ഞാൻ പറയും വേണ്ട വേണ്ട, നീ ഒന്നും ചെയ്യേണ്ട, നിൻ്റെ കൈ മുറിയെന്നൊക്കെ പറയും. പക്ഷേ അന്നേരം എൻ്റെ മൈൻഡ് മാറ്റണമെന്നാണ് കുഞ്ഞു മനസ്സിൻ്റെ ചിന്ത. ശരിക്കും അവൾ എന്നെ ഒത്തിരി ഒരു പരിധി വരെ ഒത്തിരി ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ, സന്തോഷിപ്പിക്കാനായിട്ട് അവൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം വരുമ്പോഴാണല്ലോ അവൾ ഓടിക്കയറി വരൂടെ, ഓടിക്കയറി സിന്ധുമ എന്നെ കൊടുക്കുക, എത്ര ദിവസം കേട്ടോ വന്ന് കയറുന്ന പറയും. സിന്ധുമ ക്ഷീണിച്ച് പോയി കേട്ടോ, സിന്ധുമ ക്ഷീണിച്ച് പോയി. ഞാൻ പറയും പൊണ്ണത്തരി കൂടിക്കഴിഞ്ഞാൽ നീ എന്നെ കാണുമ്പോഴല്ലേ എന്തിനാണ് അടിക്കുന്നത്. സിന്ധുമയ്ക്ക് വണ്ണം കുറഞ്ഞെന്ന് പറയുന്നത് സന്തോഷമല്ലേ, വണ്ണം ഇല്ലാത്തതല്ലേ സിന്ധുമയ്ക്ക് ഇഷ്ടം. എന്നിട്ട് വന്ന് ഈ പറഞ്ഞ കണക്ക് എല്ലാം ഒന്ന് തപ്പിപ്പിറക്കി എന്തെങ്കിലുമൊക്കെ അവളുടെ സ്വന്തം വീടുമാതിരിയാണ് ഇവിടെ എല്ലാം വന്ന് ഡ്രസ്സിങ് ടേബിളിൻ്റെ അവിടെ പോയി ഒരുങ്ങോ, അതും ഇത് പൗഡറും ലിഫ്റ്റിക്കും ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ച് പറക്കി വന്നിട്ട് നമുക്ക് 2 റീൽസ് എടുത്താലോ സിന്ധുവേ, വാ നമുക്ക് റീൽസ് എടുക്കാം, വീഡിയോ എടുക്കാം. ആ കൊച്ചി ഇന്നലെ ഉണ്ടല്ലോ പാവ കണക്ക് ഇരിക്കുമോ, മുഖമൊക്കെ അതിൻ്റെ വേറൊരു വിഷമോട്ട് ഇതിന് ചങ്കൂട്ടി കരയണമെന്നും കൊണ്ട് എന്നാന്നും അറിയത്തില്ല, വിങ്ങി വീർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഞാൻ സത്യത്തിൽ അനുശ്രമോളെ ഇങ്ങനെ വേദനയോടെ കണ്ടിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എന്നാ കാര്യമുണ്ടല്ലോ അവൾ പറയാം, അങ്ങനെയല്ല സിന്ധുമ ഇങ്ങനെയല്ല, അച്ഛനെ അങ്ങനെ വഴക്കുണ്ടാക്കി അല്ലെ അമ്മേനെ ഇങ്ങനെ വഴക്കുണ്ടാക്കി, അങ്ങനെയാ സിന്ധുമ തത്തമ്മേനെ അല്ലേ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുമ്പോഴും അവൾ ഈ മറ്റേ എന്താ പറഞ്ഞ ഒരു ചുണ്ടി കാണിക്കുന്ന മാതിരിയൊക്കെ ഉള്ളെങ്കിലും പക്ഷേ ആൾ ശുദ്ധമായിരുന്നു. ഇപ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴാണ് വരുന്നത് സിന്ധുമേ, എനിക്ക് പോകണമെന്നുണ്ട് സിന്ധുമേ എന്നൊക്കെ. പക്ഷേ ഞാൻ കൊണ്ടുപോയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ കൊണ്ടുപോയാലും അവിടെ ചെന്നാൽ കാണാനൊന്നും പറ്റത്തില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ വരുന്നില്ല തിരിച്ചെന്നെങ്ങാനും പറഞ്ഞെങ്കിൽ പിന്നെ അവിടെ അങ്ങനെ നിന്നുപോയാൽ അതിലും ഇതാകും. രജനി കൊച്ചിനെ നോക്കുമോ ആശുപത്രി കിടക്കുന്നയാളെ നോക്കുക. അതൊക്കെ കൊണ്ട് ഞാൻ പിന്നെ ഇറങ്ങി കഴിഞ്ഞിട്ടാട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുക. അവരതിനും റൂമിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും പോവുമായിരിക്കും. രഞ്ജിത്ത് ഇന്നലെ പോയിട്ട് രാത്രി വന്നിട്ട് ഇന്നും രാവിലെ പോയേക്കുക. അന്നന്ന് പണി ചെയ്ത് ജീവിക്കുന്നവരാ ഞങ്ങളെപ്പോലെ. അന്നന്ന് പണി ചെയ്ത് അന്നത്തേനുണ്ടാകും കണ്ടുപിടിക്കുന്നവരാ. ഇങ്ങനെയൊക്കെ ഒരവസ്ഥ വരുമ്പോൾ ഉണ്ടല്ലോ, പണി കളഞ്ഞ് ജോലിയും കളഞ്ഞ് ഒന്ന് ഓർത്ത് നോക്കി. അത് തന്നെയല്ല, ഒരു പരിധി വരെ ഞാൻ എപ്പോഴും പറയും ഒന്നും തേടി വെക്കണ്ട, നമുക്ക് അന്നത്തേന് കഴിഞ്ഞാൽ മതി. പക്ഷേ അങ്ങനെയുള്ളവർക്ക് ദൈവം ഇങ്ങനെയുള്ള ഒരു ആപത്തും വരുത്തരുത്. ആപത്തും കൂടെ വന്നു പോയാലത്തെ അവസ്ഥ തന്നെ. ശരിക്കും രഞ്ജിത്തിൻ്റെ കാര്യവും കഷ്ടമാണ് കേട്ടോ. അവനും ആ പെങ്കുച്ചും പണിയാൻ പോകുന്നതുകൊണ്ടാണ് അവരുടെ കുടുംബം നടന്നു പോകുന്നത്. അപ്പനും അമ്മയ്ക്കും വയ്യാത്തങ്ങളാണ്. പെട്ടെന്ന് പണിയാൻ പോകാതെയും പറക്കാതെയും ഒക്കെ നിൽക്കുമ്പോഴത്തേനും അതിൻ്റേതായ കാര്യം വരില്ല. 7 ദിവസം പണിതാലായിരിക്കും സംഘത്തിലെ ലോണും കാര്യങ്ങളും എല്ലാം ഉള്ളതല്ലേ. ഒരു കുടുംബമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴേ അറിയത്തുള്ളൂ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ട്. ഇപ്പം ഇന്നലെ രാത്രി വന്നപ്പോൾ തന്നെ ഒരു സമയമായി. അത് ഇന്ന് വീണ്ടും രാവിലെ അവൻ പോയേക്കുക. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാട്ടോ. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് കുറേ അധികം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊക്കെ പറ്റത്തുള്ളൂ. നമ്മളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. അതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. സത്യം പറഞ്ഞാൽ കോട്ടയത്തോട്ടൊക്കെ പോകാനായിട്ടൊക്കെ മനസ്സ് തോന്നുന്നുണ്ട്. പക്ഷെ ചെന്നാലും കാണാൻ പറ്റത്തില്ല. രഞ്ജിത്തും ലതയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അവർ രാത്രി തിരിച്ചു വന്നത്, പോയിട്ട് രാത്രി അവർ തിരിച്ചു വന്നു.
വന്നപ്പോൾ പറഞ്ഞു ചെന്നാലും കാണിക്കത്തൊന്നുമില്ല, അത് തന്നെയാണ് പുറത്തൂടെ നിൽക്കാന്നുള്ളത് ഉള്ളെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് അല്ല, ഞാൻ ചേട്ടായോട് പറഞ്ഞു, ചേട്ടായി നമുക്കൊന്ന് പോയേക്കാം, പോയിട്ട് വരാം ചേട്ടായി, പോയിട്ട് വരാമെന്ന്. അപ്പോൾ ചേട്ടായി പറഞ്ഞു എടി പോകാം, നോക്കട്ടെ സാഹചര്യമൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇല്ല ചേട്ടായി വന്നില്ലെങ്കിൽ ഞാൻ പോകാമെന്ന് വിചാരിച്ചു, അനുസരിച്ച് മോളെ വേണമെങ്കിൽ ഒന്ന് കൂടെ കൂട്ടിക്കൊണ്ട് കൊണ്ടുപോയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവളുടെ ആ വിഷമവും സങ്കടമൊക്കെ കണ്ടപ്പോഴത്തേക്ക് പോയി. അപ്പം കൊച്ച് വന്നത് സ്കൂളിൽ പോകുന്ന കുഞ്ഞ് കൊച്ചിനെ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ട് എന്നാ ചെയ്യാനാ, അതുകൊണ്ടാണ് അവർ കൊണ്ടുപോകാതെ പോയത്. അതെല്ലാം ധൃതി ആശുപത്രി പോകുന്നതിൻ്റെ പരവശത്തി ആരാണ്ട് കൂട്ടുകാരെല്ലാം കൂടെ ഏലപ്പാറ ഹോസ്പിറ്റലിലോട്ട് കണ്ടാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പം ഇവിടെ പറ്റിയെന്ന് പറഞ്ഞു. ഉടനെ പീരുമേട് കൊണ്ടുപോയി, പീരുമേട്ടിൽ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ് പോയത്. അപ്പോൾ കൊച്ചു സ്കൂളിലൊക്കെ പോയേക്കുമല്ലായിരുന്നോ, അതുകൊണ്ട് അത് ഇവിടെ പെട്ടുപോയി. പക്ഷേ അവൻ്റെ സന്തോഷം എന്നാണ് ആ ചെറുക്കൻ്റെ പേര്. അവൻ്റെ അമ്മ ഇന്നലെ പോയി. അപ്പം എന്നെ കൊണ്ടുപോയില്ല, എന്നെ കൂടെ കൊണ്ടുപോയാൽ മതിയായിരുന്നു ചെന്നുമ്പോൾ എനിക്ക് അവിടെ പോകണമെന്ന് തോന്നുകയെന്നൊക്കെ പറഞ്ഞേ. അപ്പം ഞാൻ ഓർത്തെന്നാൽ ഇന്നൊന്ന് കൊണ്ടുപോയേക്കാം, പോയിട്ട് വരാം എന്ന് വിചാരിച്ചപ്പം അവിടെ ചെന്നാലും കാണാനൊന്നും പറ്റത്തില്ല തോന്നുന്നു. പിന്നെ നമ്മൾ വെറുതെ മെനക്കെട്ട് പോയിട്ട് ഒരു കാര്യമില്ലല്ലോ, അതുകൊണ്ട് പോയില്ല. ഇനിയിപ്പം അതിനകത്തുനിന്ന് പുറത്തിറക്കി കഴിഞ്ഞിട്ടേ വാർഡിലോട്ടൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പോകാമല്ലോ. അത് തന്നെയല്ല, ഇനിയിപ്പോൾ എന്നാലും തലയ്ക്കൊക്കെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് സർജറിയൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് ദിവസത്തേനും കിടക്കേണ്ടി വരുമായിരിക്കും. എന്നാലും വേണ്ടിയല്ല ദൈവമേ, ഈ വലിയൊരാപത്ത് ഒന്ന് മാറ്റിക്കളഞ്ഞ് അവരുടെ എന്നാ പറയുന്നത്, ഒരു സമയദോഷം പോലെ കണ്ട് അതൊന്ന് മാറ്റിക്കളഞ്ഞ് ഒരു കുഴപ്പമില്ലാണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഒന്ന് വരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. കാരണം ഞാൻ നിങ്ങളോടൊക്കെ ഓരോരുത്തരുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അത്ഭുതം മുടക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ പറഞ്ഞേക്കുന്നത് 20% പ്രതീക്ഷ മതി, അതുപോലെ തന്നെ 48 മണിക്കൂർ ഏതൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു ഇത് മാത്രം അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ രക്ഷ ഉള്ളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക.